അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ മൗസിൻ്റെ ആ മൗസ് വീല് ഞാനൊന്ന് ബാക്കിലോട്ടൊന്ന് റോൾ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് കേസ്, കാര്യങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇനിയും WA ഇനിയും എസ് പ്രസ് ചെയ്യുന്നു റൈറ്റിലോട്ട്, സോറി എസ് അല്ല WAD ആണ് പ്രസ് ചെയ്തത്. ഇനി എസ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടാണ്. സോ ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുവാണ്. അടുത്ത കാർ ക്ലിക്കായി. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് മൗസ് മൂവ് ചെയ്യുകയാണ്. എന്നിട്ട് എസ്സിൽ ക്ലിക്ക് ചെയ്യുക. എസ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ആണ് കുറച്ച് അപ്പർ ഡയറക്ഷനിലോട്ട് വന്ന് ഞാൻ നിൽക്കുകയാണ്. മൗസിനെ റിലീസ് ചെയ്തു, കൈ കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ എനിക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ 2 കാറ് കൊണ്ട് നിർത്തി, മൗസ് റിലീസ് ചെയ്തു. ഇനി ഒരു ട്രീ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു പീപ്പിളോ ആകാം. പീപ്പിളിനെ സെലക്ട് ചെയ്തു, ആ പീപ്പിൾ ഇവിടെ ഉണ്ട്. പീപ്പിളിൻ്റെ സെലക്ഷനിൽ വന്നു. അല്ലേ, ഏത് ടൈപ്പ് പീപ്പിളാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്ന പോലെയല്ല വേണ്ടത്, കാറിനടുത്ത് ഒരാൾ നിൽക്കുന്നത് പോലെ വേണം. അതും നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം. കുറേ പേജസ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൾക്കാരെങ്ങനെ നിൽക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ വേണം. നമുക്ക് ഇയാളെ ഇവിടെ നിർത്താം. ഓക്കെ, യെസ്. അപ്പോൾ ഒരു കാറിനുള്ള ഒരാളുണ്ട്, ഈ കാറിനുള്ള ഒരാൾ വരുന്നുണ്ട്. ഒരാളുകൂടി ആവട്ടെ, 2 കാർ കിടപ്പുണ്ടല്ലോ, 2ലും ആൾക്കാരുണ്ട്. 2ലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു രസകരമായ അവസ്ഥ. 2ലും ഒരേ ഡ്രൈവറാണ്, ഒരേ യൂണിഫോമിൻ്റെ ഡ്രൈവറാണ്. പിന്നെ തേർഡ് പേജിൽ നോക്കാം ആരാ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവരിവിടെ നിൽക്കുകയാണ്. ഇവരെ ഇനിയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്യുന്നതൊക്കെ ഇത് വെച്ചാൽ കേട്ടോ, സെലക്ട് ചെയ്തു ഇയാളെ ഉണ്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ കാണാം, ബ്ലൂ ബട്ടൺ. ഞാൻ അതിലോട്ട് മൗസ് കൊണ്ട് വെക്കുമ്പോഴാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെ ഗ്രീൻ ഹൈലൈറ്റിങ് വരുന്നത്. ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസിലോട്ട് നീക്കി നിർത്തി. അതേപോലെ തന്നെ ആളെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് കണ്ടോ, റൊട്ടേറ്റ് ആവുന്നുണ്ടോ. ഓക്കെ, ഈ പൊസിഷനിങ് എന്ന് പറയുന്ന സാധനം ചേഞ്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത ആളിൻ്റെ ഹൈറ്റ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് പോകണോ മേലോട്ട് കയറണോ. ഇപ്പം നോക്കി, അയാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഷൂസ് എല്ലാം മണ്ണിനടിയിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് തിരിച്ച് കൊണ്ടുവരണം. സോ 0 to 0 ആ ഒരു നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈറ്റ് കറക്റ്റാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. നെക്സ്റ്റ് ഒരു ചെയറിൻ്റെ പോർഷൻ, ഇൻഡോർ ഏരിയ ഐറ്റംസ് നമുക്ക് വേണം. ഇതാ ഇൻഡോർ ഐറ്റംസ് കുറച്ചുകൂടെ ഉണ്ട്. റൂമിനുള്ളിൽ, നമ്മുടെ വീടിനുള്ളിൽ വേണ്ട കുറേ ഐറ്റംസാണിത്. പക്ഷെ ഇവിടെ നമ്മൾ ഔട്ട്ഡോറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഔട്ട്ഡോറിലോട്ട് പോകാം. ഔട്ട്ഡോർ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഔട്ട്ഡോർ ഇവിടെയാണ്. വീടും കാര്യങ്ങളൊക്കെ ഔട്ട്ഡോറിനകത്തുണ്ട്. വീടെന്ന് പറയുമ്പോൾ ഇവിടെ വരിക, ഒരു ചെറിയ റെഡിമെയ്ഡ് വീട്. നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ 3ds Maxൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടുന്ന് ലുമിയോണിയനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, ഈ ഒരു വീടുകൾ സൈഡിൽ ഡമ്മി വീടുകൾ പോലെ വെക്കാനായിട്ടാണ് ഈ ഒരു സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ടൗൺഷിപ്പ് പോലെയൊക്കെ കാണിക്കണമെങ്കിൽ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് കാണിക്കാനൊക്കെ നമുക്ക് ഇവിടെ നിന്നുള്ള 3D മോഡൽസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡമ്മി മോഡൽസ് നമുക്ക് ഇതല്ല, ഈ സ്റ്റൈലല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട സ്റ്റൈല് കേരളത്തിലെ സ്റ്റൈലാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീടുകളുടെ ഡമ്മി മോഡൽസ് 3D Max തന്നെ ചെയ്തിട്ട് അവിടുന്ന് തന്നെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, ലുമിയോണിലോട്ട് 3D Max ചെയ്തതിന് ശേഷം എന്നിട്ട് പ്ലേസ് ചെയ്താലും മതി. അത് നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ട് മാറ്റി പ്ലേസ് ചെയ്തു ഒരു വീട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താ ഉള്ളത്. റെയിൽവേ ട്രാക്ക് ഉണ്ട്, ബെഞ്ചസ് ഉണ്ട്, സൈൻ ബോർഡ്സ് ഉണ്ട്, എല്ലാം നമുക്ക് ഒരു ടൗൺഷിപ്പിന് വേണ്ട ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇതിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ട്രാഫിക് ലൈറ്റ് ഉണ്ട്. മീനിങ്ലെസ്ലി ഞാനിവിടെ ഒരു ട്രാഫിക് ലൈറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു റോഡ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാനൊക്കെ ആയിട്ട്. ട്രാഫിക് ലൈറ്റിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ? നല്ല ക്വാളിറ്റിയിലുള്ള ട്രാഫിക് ലൈറ്റ്സ് ഒക്കെയാണ് 3D മോഡൽസ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയ കാര്യം, നമ്മൾ ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, ഒരു ചെറിയൊരു സ്ക്വയറിൻ്റെ പോലെ ഉള്ള ബ്രാക്കറ്റിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ആ ബ്രാക്കറ്റിൻ്റെ സിമ്പിളാണ് ആക്ച്വലി നമ്മുടെ മൂവ് ചെയ്യുന്ന ക്യാമറ. സോ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്താൽ ഈ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഐറ്റം മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് ക്യാമറ മൂവ് ചെയ്യുന്നത്. ഇതാണ് ക്യാമറയുടെ ആ ഒരു പോയിൻറ്റ്, സെൻറ്റർ പോയിൻറ്റ്. സോ നമുക്ക് ഇവിടെ പോകണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിൻറ്റിനെ അങ്ങോട്ടാക്കി വെക്കണം. ഡേ ആവുന്നുണ്ടോ? ആൻഡ് ഇനി നമുക്ക് ഇതിനടുത്തോട്ട് തിരിച്ചു പോവാ. ഇതിനടുത്തോട്ട് നമുക്ക് ഈ ഇവിടെ കൊണ്ടുവച്ച സാധനത്തിനടുത്തോട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ W ആണ് ഫോർവേഡിൻ്റെ ആ ഒരു ബട്ടൺ. സോ W ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ പോയിൻ്റ് അവിടെ വെച്ചുകൊണ്ട് ഷിഫ്റ്റും കൂടെ ഹോൾഡ് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ ഫാസ്റ്റ് ആവും. മൂവ്മെൻറ്റ് നോർമൽ മൂവ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. ഇപ്പം W മാത്രം ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുവാണേ. റെഡി, റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ലുമിയോണിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ഒരു ട്രീ കൂടെ നമുക്ക് വെച്ച് നോക്കാം. ട്രീ, ദർ ആർ ലോട്ട് ഓഫ് കളക്ഷൻസ്. തെങ്ങൊക്കെ ഉണ്ട്, പാം ട്രീ, കണ്ടില്ലേ? തെങ്ങിൻ്റെ തണലിൻ്റെ ചുവട്ടിലൊരു കസേരയൊക്കെ ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സുഖമല്ലേ? ഉണ്ടോ? നല്ലൊന്നാം തരം തെങ്ങല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു സീരീസ് പോലെ നമുക്ക് പോകാം. ഇപ്പം ഇതിനകത്ത് 3D മോഡൽസ് എങ്ങനെ എടുക്കണം, എങ്ങനെ പ്ലേസ് ചെയ്യണം, എങ്ങനെ അതിനെ റൊട്ടേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫർദറായിട്ടുള്ള അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് ഉള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.